ഹലോ, ഞാനും അച്ഛനും അമ്മയും കൂടെ ഒരു കല്യാണത്തിന് പോവാണ് ഗൈസ്. ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ് ഓഫ് ദി. അങ്ങനെ ഞാനും മൂത്തച്ഛനും അച്ഛനും അമ്മയും കൂടെ കാറിലാണ് അങ്ങോട്ടേക്ക് പോയത്. നമ്മൾ കല്യാണ വീട്ടിലേക്ക് എത്തി. ഹായ് പറ, ഹായ് പറ. ചൂടെടുത്ത് പുഴുങ്ങിയതല്ലേ, കുറച്ച് ഐസും വെള്ളം കുടിക്കാം. പേടിക്കണം എന്നെ അങ്ങനെ എല്ലാവരും. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എല്ലാവരും സാരീൻ്റെ സ്റ്റൈലൊക്കെ നോക്കുമായിരുന്നു. ദേ ഈ നടന്നു വരുന്നതാണ് കുക്കു. കുക്കുവിനെ ഒരു ഫാമിലി ഫംഗ്ഷനെ കാണുമ്പോഴത്തേന് എനിക്ക് ഭയങ്കര സന്തോഷം. ഈവൻ ദോ കുക്കു എൻ്റെ പ്രായം അല്ലെങ്കിൽ പോലും എനിക്കൊരു കമ്പനിയൊക്കെ കിട്ടിയ പോലെയാണ്. ഇത് രണ്ടും എൻ്റെ ചേച്ചിമാരാണ്. സന്ധ്യേച്ചി, ഇത് വിദ്യേച്ചി. ഹായ്, അവർ രണ്ട് ഒരു സിസ്റ്റേഴ്സാണ് ഗൈസ്. ആൻഡ് പെണ്ണ് വന്നു, അമ്മയുടെ കയ്യിൽ നിന്ന് പൂമാലൊക്കെ വാങ്ങി തലയിൽ തൊട്ട് കണ്ണിൽ തൊട്ട് വെച്ചു. അതിനുശേഷം അവർ രണ്ടുപേരും കൂടെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നു. ആൻഡ് മണ്ഡപത്തിലോട്ട് പോകുന്നു. മണ്ഡപത്തിലേക്ക് പോയതിനു ശേഷം വേഗം അങ്ങോട്ടും ഇങ്ങോട്ടും പൂമാല ഇട്ട് കൊടുക്കുന്നു. ആൻഡ് പെട്ടെന്ന് തന്നെ താലി കെട്ടുന്നു. കല്യാണം കഴിഞ്ഞു ഗൈസ്. ഈ പോയിന്റ് ഓഫ് വ്യൂ മാത്രമാണ് നമുക്കൊരു ഇച്ചിരി ഫോട്ടോ കിട്ടിയുള്ളൂ. ബാക്കി എല്ലായിടത്തും ഭയങ്കര തിരക്കായിരുന്നു. അതുപോലെ തന്നെ ചൂടുമായിരുന്നു ഗൈസ്. ഇത് എൻ്റെ കസിൻ ചേച്ചിയുടെ മക്കളാണ്. ഇത് പൊന്നു, ഇത് കുഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല, ട്വിൻസാണ്. ആൻഡ് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ അച്ഛൻ അവിടുന്ന് ചിപ്സൊക്കെ പെറുക്കി തിന്നു. ഞങ്ങൾ അവിടെ നോക്കിയിരുന്നു. ആൻഡ് പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്തു, കഴിക്കാമെന്ന് വെച്ച് പുറത്തോട്ട് പോയി. എങ്ങനെയുണ്ടായിരുന്നു സദ്യ അല്ലേ? സദ്യനെ കുറിച്ച് ആലോചിക്കാൻ വയ്യ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും നേരെ പോയി ഫുഡ് കഴിക്കാൻ വേണ്ടി. ഞാനും അമ്മയും മാമച്ചനും മൂത്തച്ഛനും കൂടിയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നിട്ട്. അവിയൽ വന്നു, തോരൻ വന്നു, സാമ്പാർ വന്നു, ചോറ് വന്നു, അച്ചാർ വന്നു, പപ്പടം വന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങി. ആദ്യം കഴിക്കുമ്പോൾ തന്നെ എൻ്റെ കൈ പൊള്ളിപ്പോയി കഴിച്ചു. നല്ല ചൂടായിരുന്നു ചോറിനും കറികൾക്കും എല്ലാം. അങ്ങനെ ഊതി അവസാനം ഗുപ്തൻ ചായ കുടിച്ച പോലെ ഞാൻ എൻ്റെ സദ്യ കഴിച്ചു തീർത്തു. സദ്യ കഴിച്ചു തീർക്കുന്നതിനേക്കാൾ പാടെന്താണെന്നറിയോ ഗൈസ്? അവിടെ ഇരുന്ന് തിന്നുന്നത്, ചൂടുണ്ട്. പിന്നെ അവസാനം പായസം ഉണ്ടായിരുന്നു, പാൽപ്പായസമാണെന്ന് തോന്നുന്നു. അതെ, അങ്ങനെ അതും കൂടി ഞാൻ ഇലയിലൊഴിച്ചു വടിച്ചു കുടിച്ചു. അങ്ങനെ അവിടെ നിന്ന് അധികം പുഴുങ്ങാതെ ഞാൻ പെട്ടെന്ന് കൈയും നക്കി പോയി കൈ കഴുകി പുറത്തോട്ട് ഇറങ്ങി. ഹാപ്പി ബർത്ത്ഡേ അച്ഛാ. You are 65. 65 അല്ല 75 ആണ്. 63 ആ 62 ആണ്. 62 just 62 years. ചൂട് സഹിക്കാൻ പറ്റാത്ത കാരണം തലയിൽ കൂടെ സാരി ഇട്ടാണ് ഞാൻ നടന്നത്. പിന്നെ പെട്ടെന്ന് തന്നെ കാറ് കയറി വീട്ടിലെത്തി. അങ്ങനെ കല്യാണം കഴിഞ്ഞു, തിരിച്ച് വീട്ടിലെത്തി, ഡ്രസ്സൊക്കെ മാറി. ഒരു സമാധാനം ആ സാരിയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ. ഇത് ഡെയിലി ഉടുക്കുന്ന എൻ്റെ അമ്മേനെ പോലത്തെ അമ്മമാരെയും ആൾക്കാരെയൊക്കെ ഐ റിയലി അപ്രിഷ്യേറ്റ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.